പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവെച്ച ഇന്ധന സംഭരണ കരാർ ഭാവിയിൽ ഇന്ത്യക്ക് വലിയ ആശ്വാസമാകുമെന്ന വിലയിരുത്തൽ. ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടുമ്പോൾ എണ്ണ സംഭരണിയിലെ ഇന്ധനം ഇന്ത്യക്ക് ഉപയോഗിക്കാനാകും. തടസ്സമില്ലാതെ ഇന്ത്യക്ക് പാചകവാതകം ഉറപ്പാക്കുന്ന കരാറും നിർണായകമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ നടത്തിയ ഹ്രസ്വ സന്ദർശനത്തിൽ നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചെങ്കിലും ഇന്ധന പാചകവാതക ക്ഷാമത്തിന് പരിഹാരമാകുന്ന 2 കരാറുകൾ നിർണായകമാണ്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഡ്നോക്കും ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും ഒപ്പുവെച്ച കരാറാണ് ഇതിലൊന്ന്. കരാർ അനുസരിച്ച് കർണാടകയിലെ മംഗലാപുരത്തെ ഭൂഗർഭ എണ്ണ സംഭരണിയിലെ ശേഷി 60 ലക്ഷം ബാരൽ എണ്ണയിൽ നിന്നും 3 കോടി ബാരൽ എണ്ണയാക്കി വർദ്ധിപ്പിക്കും. അഡ്നോക്കിനായിരിക്കും സംഭരണ കേന്ദ്രത്തിന്റെ ചുമതലയും നടത്തിപ്പ് അവകാശവും. പക്ഷേ സംഭരണിയിലെ എണ്ണ ഉപയോഗിക്കാനുള്ള ആദ്യ അവകാശം ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം, പ്രകൃതി ദുരന്തം, ഉപരോധങ്ങൾ തുടങ്ങി എണ്ണ വിതരണം തടസ്സപ്പെടുന്ന ഏത് സാഹചര്യമുണ്ടായാലും സംഭരണിയിലെ എണ്ണ ഇന്ത്യക്ക് ഉപയോഗിക്കാം. കപ്പൽ മാർഗം എണ്ണ കൊണ്ടുവരേണ്ട, ഇന്ത്യയല്ലാതെ മറ്റേതെങ്കിലും തെക്കനേഷ്യൻ രാജ്യങ്ങൾക്ക് അടിയന്തര ആവശ്യം വന്നാൽ വിതരണം ചെയ്യാം തുടങ്ങിയവയാണ് അഡ്നോക്കിന്റെ നേട്ടങ്ങൾ. ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും അഡ്നോക്കിന് ഇത്തരം ഭൂഗർഭ സംഭരണികളുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അഡ്നോക്കും തമ്മിലുണ്ടാക്കിയ മറ്റൊരു കരാറിലാണ് തടസ്സമില്ലാതെ ഇന്ത്യക്ക് പാചകവാതകം നൽകാനുള്ള വ്യവസ്ഥയുള്ളത്. നിലവിൽ ഇന്ത്യക്ക് ആവശ്യമായ പാചകവാതകത്തിന്റെ 40% UAEയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. തടസ്സമില്ലാതെ പാചകവാതകം ലഭ്യമാക്കാൻ കരാറുണ്ടാക്കിയതോടെ ദീർഘകാലത്തേക്ക് പാചകവാതകം ഉറപ്പാക്കാനാകും. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ 48,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും ചർച്ചകളിൽ UAE വ്യക്തമാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.